ഒരു റീൽ പോലും കാണാത്തൊരു ദിവസം ഈ അടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിൽ തന്നെ റീലുകൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള റീലുകൾ എത്ര എണ്ണം കണ്ടിട്ടുണ്ടാകും? അതൊക്കെ റീൽ അഡിക്ഷൻ ഉള്ളവർ ശ്രദ്ധിച്ചാൽ പോരെ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഈ അഡിക്ഷൻ ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഫോൺ എടുക്കുന്നത്? ആരും വിളിക്കാനില്ലെന്ന് പറഞ്ഞിട്ടും, പ്രത്യേകിച്ച് മെസ്സേജ് വരാനില്ലെന്ന് പറഞ്ഞിട്ടും ഫോൺ നോക്കുന്നത് എന്തിനാണ്? എല്ലാം പോട്ടെ, ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും പഴയ ഒരു ക്ലാരിറ്റി വരാത്തത് എന്താണ്? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഡിജിറ്റൽ ഡിമെൻഷ്യ, ബ്രെയിൻ ഫോഗ് എന്നിവ നിങ്ങൾക്കും ഉണ്ടാകാം. ഈ ഇടയായി വല്ലാതെ മറവി ബാധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് വെച്ച സാധനങ്ങൾ, ചില പേരുകൾ, ഇപ്പോൾ ചെയ്യാൻ വന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സ് പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ടോ? അൽഷിമേഴ്സ് ആണെന്ന പേടി വേണ്ട, അമിതമായി ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതായത് അമിതമായ ഫോൺ ഉപയോഗത്തിന് നമ്മുടെ ബ്രെയിൻ തന്നെ നൽകുന്ന റെഡ് സിഗ്നലാണത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാവുക, കാര്യങ്ങൾ മറന്നു പോവുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് മറന്ന് പെട്ടെന്ന് ബ്ലാങ്ക് ആവുക, നമ്മളെന്നും കാണുകയോ മിണ്ടുകയോ ചെയ്യുന്ന ആളുടെ പേര് കുറച്ചു നേരത്തേക്ക് മറന്നു പോവുക. വളരെ സ്മാർട്ടായി മൾട്ടി ടാസ്കിങ് ചെയ്തിരുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പോഴത് പറ്റാതെ വരിക, ഓർമ്മയില്ലാതാവുക, കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാൻ പറ്റാതിരിക്കുക, പ്രശ്നപരിഹാര ശേഷി കുറയുക, എല്ലാം ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളാണ്. ഡിജിറ്റൽ ലോകത്ത് മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ബ്രേക്കിന് ആവശ്യമായ ക്രിറ്റിക്കൽ തിങ്കിങ്, വായന, ചിന്ത, ഇതിനൊക്കെയാണ് നാം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. എല്ലാത്തിനും എളുപ്പത്തിൽ ഉത്തരവും ഇൻസ്റ്റന്റ് മറുപടിയും കിട്ടുന്ന കാലത്ത് ബ്രെയിൻ പ്രവർത്തിപ്പിച്ച് നമ്മളെന്തിനു ബുദ്ധിമുട്ടുന്നു? ഇത് തന്നെയാണ് ഡിജിറ്റൽ ഡിമെൻഷ്യക്ക് കാരണവും. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റ് മാൻഫ്രെഡ് സ്പിറ്റ്സർ 2012 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന പുസ്തകത്തിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം മനുഷ്യന്റെ വൈജ്ഞാനിക തലത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നായിരുന്നു സ്പിറ്റ്സറുടെ പഠനം. സ്മാർട്ട് ഫോൺ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ എന്നിവയുടെ മണിക്കൂറുകൾ നീണ്ട ഉപയോഗം നമ്മുടെ ശ്രദ്ധ, വിമർശനാത്മക ചിന്ത, ഓർമ്മയെ ഒക്കെ സാരമായി ബാധിക്കുകയും ഇത് ഡിമെൻഷ്യക്ക് സമാനമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്നും പഠനം പറയുന്നു. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ പ്രതിരോധിക്കാം എന്നെല്ലാം സ്പിറ്റ്സർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി പോലും ചെയ്യിക്കാതെ എല്ലാം ഗാഡ്ജറ്റിനെ ഏൽപ്പിക്കുന്നതാണ് ഡിജിറ്റൽ ഡിമെൻഷ്യക്കുള്ള പ്രധാന കാരണം. മുൻപൊക്കെ വളരെ വേഗത്തിൽ ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് മനഃപ്പാഠമാകുമായിരുന്നു. എത്ര നമ്പറുകൾ! എന്നാൽ ഇന്ന് നമ്മുടേതല്ലാതെ മറ്റൊരു ഫോൺ നമ്പർ കൂടി അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പകരം എളുപ്പത്തിൽ ഫോണിൽ സേവ് ചെയ്യും. വഴി കണ്ടുപിടിക്കാൻ എളുപ്പം ഗൂഗിൾ മാപ്പ് എടുക്കും, കണക്കിന് കാൽക്കുലേറ്ററും ഒക്കെ പോട്ടെ, സ്പെല്ലിംഗ് വരെ നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ആണ്. ഫോണിലെ ഓട്ടോ ചെക്കർ ഉണ്ടല്ലോ, 2 അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും സജഷൻ വരും. പിന്നെന്തിനെ ഫുൾ ടൈപ്പ് ചെയ്യണം? എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണം, ഒരു സെക്കൻഡ് ആലോചിക്കുക പോലും ചെയ്യാതെ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോകും. ഡിജിറ്റൽ ടൂളുകളെ അമിതമായി ആശ്രയിക്കുന്നത് ശരിക്ക് നമ്മുടെ മാനസിക വൈജ്ഞാനിക വളർച്ച കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇൻസ്റ്റന്റ് ആയി കിട്ടുന്ന ഉത്തരങ്ങൾക്കപ്പുറം ആഴത്തിലൊരു വിഷയത്തെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ അധികമാരും മിനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ വിമർശനാത്മക ചിന്തയോ ആഴത്തിലുള്ള അറിവോ ഒരു വിഷയത്തിലും നമുക്കില്ലാതെ പോകുന്നു. ഡിജിറ്റൽ ലോകത്തെ മൾട്ടി ടാസ്കിങ്ങും ഷോർട്ട് ടൈം മെമ്മറി ലോസിന് ഒരു പ്രധാന കാരണമാണ്. ഉദാഹരണത്തിന്, മൊബൈലിൽ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നു. ഇതിനിടയിൽ കുഞ്ഞിന്റെ മുഖമൊന്ന് നോക്കാനോ എന്താണ് കുഞ്ഞ് ആവശ്യപ്പെടുന്നതെന്ന് അറിയാനോ നമ്മൾ ശ്രമിക്കാറില്ല. സത്യത്തിൽ ഒരേ സമയം പല കാര്യം ചെയ്യുമ്പോൾ നാം അപകടത്തിലേക്ക് വലിച്ചിടുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂടിയാണ്. നിങ്ങൾ ഒരു പേനയെടുത്ത് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഡിജിറ്റൽ ഡിമെൻഷ്യക്ക് മറ്റൊരു പ്രധാന കാരണവും ഇതാണ്. കൈകളുടെയും വിരലുകളുടെയും ചലനശേഷിയും ഓർമ്മകളുടെ പ്രവർത്തനക്ഷമതയും ഒത്തുചേരുന്ന എഴുത്തിനെ ഡിജിറ്റൽ മാധ്യമങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. മാത്രമല്ല, ഗെയിമിംഗ്, പ്രത്യേകിച്ച് അഗ്രസീവായ അക്രമങ്ങൾ നിറഞ്ഞ ഗെയിമിംഗ്, റീലുകൾ ഒക്കെ ഇല്ലാതാക്കുന്നത് നമ്മുടെ അക്കാദമിക് പെർഫോമൻസിനെ കൂടിയാണ്.
സോഷ്യൽ മീഡിയ, വീഡിയോകൾ, ഗെയിമുകൾ എന്നിവയിലെ വേഗതയേറിയതും ചെറിയതുമായ വിവരങ്ങൾ മസ്തിഷ്കത്തെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. നമ്മുടെ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ തന്നെ 3-4 ടാബെങ്കിലും തുറന്നില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ചാറ്റിംഗ്, സ്ക്രോളിംഗ്, വീഡിയോ കാണൽ തുടങ്ങി ജോലിക്കിടെ ഒരേ സമയം പല കാര്യങ്ങളാണ് നാം ഡിജിറ്റൽ എടുത്ത് ചെയ്യുന്നത്. ഇത് മസ്തിഷ്കത്തിന്റെ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി കുറയ്ക്കുന്നു. നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്നൊരു ശീലം തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ഉറക്കം കോംപ്രമൈസ് ചെയ്താണ് പലരും സ്ക്രീനിൽ കുത്തിയിരിക്കാറ്. അപ്പോഴല്ലേ ഒരു ഫ്രീം ടൈം ഉള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ മറുപടിയും. ഉറക്കക്കുറവ് മസ്തിഷ്ക പ്രവർത്തനത്തെ തന്നെ ദുർബലപ്പെടുത്തും. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്ക ഹോർമോണായ മെലാറ്റോണിന്റെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. നമ്മുടെ ബ്രെയിനിനെ പ്രോസസ് ചെയ്യാവുന്നതിനും അപ്പുറമുള്ള കണ്ടന്റുകളിലൂടെയാണ് ഓരോ ദിവസവും നാം കടന്നു പോകുന്നത്. ഇൻഫർമേഷൻ ഓവർഫ്ലോ എന്ന് വിളിക്കുന്ന ഈ അവസ്ഥ പലപ്പോഴും നമ്മുടെ മസ്തിഷ്കം താങ്ങണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായും തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. സ്ക്രീനുകളുടെ അമിതോപയോഗം മൂലം നമ്മുടെ തലച്ചോറിന് വിവരങ്ങൾ പ്രോസസ് ചെയ്യാനെടുക്കുന്ന താമസത്തെയാണ് ശരിക്ക് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഒന്നിലും ഒരു വ്യക്തതയില്ലായ്മ, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മറവി, ചിന്താക്കുഴപ്പം ഒക്കെ ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ കാണാറില്ലേ ഉപയോഗിക്കാത്ത യന്ത്രങ്ങൾ തുരുമ്പെടുക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ബ്രെയിൻ ഫോഗിങ്. അമിതമായ സ്ക്രീൻ ഉപയോഗം, നമ്മുടെ സമൂഹവുമായുള്ള ഇടപെടലുകളിൽ വിള്ളൽ ഉണ്ടാവുന്നത്, ഇതും ഡിജിറ്റൽ ഡിമെൻഷ്യയ്ക്ക് കാരണമാകാം. ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഡിമെൻഷ്യ രോഗത്തിന്റെ ചില ലക്ഷണങ്ങളോട് സാമ്യമുള്ളതാണ്. എന്നാൽ ഇത് പ്രായമായവരിൽ മാത്രമല്ല, യുവാക്കളിലും കുട്ടികളിലും പ്രകടമാവുന്നുണ്ട്. ഫോൺ എടുക്കുന്നതിന് കുട്ടികളെ വഴക്ക് പറയുന്ന നമ്മൾ മുതിർന്നവർ അവർക്ക് മുന്നിലിരുന്ന് തന്നെ റീൽസ് കാണുന്നതിലെ പ്രശ്നം ശ്രദ്ധിക്കാറില്ല. അവരെ ബാധിക്കുന്നതെല്ലാം നമ്മയും ബാധിക്കും. കുട്ടികളിൽ ഇതിന്റെ ഇമ്പാക്റ്റ് അല്പം കൂടി വലുതാണെന്ന് മാത്രം. കുട്ടികളെയും കൗമാരക്കാരെയും സംബന്ധിച്ച് അവരുടെ തലച്ചോറിന്റെ വളർച്ചാ കാലഘട്ടമാണത്. ഈ സമയത്ത് ഡിജിറ്റൽ ഉപകരണങ്ങളെ ആശ്രയിക്കുമ്പോൾ അവരുടെ ചിന്താശേഷിയും ഓർമ്മശക്തിയും പൂർണ്ണമായി വികസിക്കാതിരിക്കാം. ഡിജിറ്റൽ ഡിമെൻഷ്യ ഒരു യഥാർത്ഥ രോഗമല്ലെങ്കിലും ഇത് ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശേഷി നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ, ലൈക്കുകൾ എല്ലാം ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്നു. ഇത് അവയോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നു. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നത് മാത്രമാണ് പരിഹാര മാർഗത്തിലെ ആദ്യ പടി. ഒപ്പം വായന വർദ്ധിപ്പിക്കുക, ക്രിയേറ്റീവ് സ്പേസിലേക്ക് അല്പം കൂടി ആഴത്തിലിറങ്ങുക, സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക, പ്രകൃതിയിൽ നടക്കുക, പസിലുകളിൽ ഏർപ്പെടുക, ഉറക്കം മെച്ചപ്പെടുത്തുക. തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഗുഡ് ബൈ പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അവയെ നിയന്ത്രിച്ച് ഉപയോഗിക്കുകയും മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക ശേഷികൾ നിലനിർത്തുകയും ചെയ്ത ഈ പ്രശ്നം പരിഹരിക്കാം. വിഷ്ണു കെ, ട്രൂ വിഷൻ ന്യൂസ്.